പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പന്തക്കുസ്തായ്ക്ക് ഒരുക്കമായുള്ള വലിയൊരു പ്രാർത്ഥന നമ്മൾ ഇന്ന് ആരംഭിക്കുക. 9 ദിവസം അതിശക്തമായ ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയുള്ള ദാഹത്തോടെയുള്ള പ്രാർത്ഥന നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കണം. ഈശോ പറഞ്ഞു, ദാഹാർത്തരെ നിങ്ങൾ എൻ്റെ അരികിലേക്ക് വരുവിൻ, വിലയൊന്നും കൂടാതെ വീഞ്ഞും പാലും വാങ്ങി ഭക്ഷിക്കുവിൻ. യെശയ്യാ പുസ്തകം 55-ാം അധ്യായത്തിലും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലും ദൈവമായ കർത്താവ് നമ്മോട് പറയുന്ന വലിയൊരു കാര്യമാണ്, ദാഹത്തോടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ വേണ്ടി നമ്മൾ വരണം. ദാഹം മാത്രം പോരാ, ആർത്തിയും വേണം പരിശുദ്ധാത്മാവിന് വേണ്ടി. കാരണം പ്രിയപ്പെട്ടവനെ, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്, നയിക്കുന്നത് ആത്മാവാണ്. ഈശോ പറഞ്ഞില്ലേ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 63-ാമത്തെ വചനത്തിൽ ഈശോ പറഞ്ഞു, ആത്മാവാണ് ജീവൻ തരുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മിൽ വസിക്കുന്ന, നമ്മിൽ പ്രവർത്തിക്കുന്ന, നമ്മെ നയിക്കുന്ന, നമ്മെ നിയന്ത്രിക്കുന്ന ആത്മാവാണ് നമുക്ക് ജീവൻ തരുന്നത്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതം, നമുക്കറിയാം, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. റോമ 8:14 പറയുന്നുണ്ട്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. മാമോദിസായിലൂടെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരും ദൈവത്തിന്റെ ആലയങ്ങളും ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നവരുമായ ദൈവത്തിന്റെ മക്കളാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ അതുപോലെ നിറഞ്ഞ്, അതുപോലെ നമ്മെ നയിച്ച്, നമ്മെ നിയന്ത്രിക്കണം. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ 2 തിമോത്തി 1:6 തിമോത്തിയോസിനോട് പറയാ, എന്റെ കൈവയ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ജ്വലിപ്പിക്കണം. നമ്മൾ ഇതൊരു പന്തക്കുസ്ത ഒരുക്ക ധ്യാനമാണ്. ഒരു 9 ദിവസത്തെ നൊവേനയും കൂടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, വീണ്ടും ജ്വലിപ്പിക്കണം. നമുക്ക് ലഭിച്ച മാമോദിസായിലൂടെ നമുക്ക് ലഭിച്ച ദൈവിക വരമാകുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ വീണ്ടും ജ്വലിപ്പിച്ച്, ഈ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണം, നിയന്ത്രിക്കപ്പെടണം. വേറെ ഒരു ആത്മാവും നമ്മെ നയിക്കാനോ നിയന്ത്രിക്കാനോ തടസ്സപ്പെടുത്താനോ ഒന്നിനും സാധിക്കരുത്, ഇടയാകരുത്. അതുപോലെ നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ച്, ദാഹത്തോടെ പ്രാർത്ഥിച്ച്, ഈ ആത്മാവിനെ വീണ്ടും ജ്വലിപ്പിച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. നമ്മെ നയിക്കാൻ സാധ്യതയുള്ള ഒത്തിരി വേറെ ആത്മാക്കളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ 9 ദിവസത്തെ നൊവേനയിൽ, വിടുതലിന്റെ നൊവേന നമ്മൾ കണ്ടു. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ ശീലങ്ങളെ, നമ്മുടെ നോട്ടത്തെ, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും, പഠനത്തെയും, ജോലിയെയും, സാമ്പത്തിക മേഖലകളെയും, കുടുംബജീവിതത്തെയും, പൗരോഹിത്യത്തെയും ഒക്കെ തടസ്സപ്പെടുത്തുന്ന ഒത്തിരി അരൂപികൾ. അതിനുവേണ്ടി നമ്മൾ ബഹിഷ്കരണ പ്രാർത്ഥനയൊക്കെ അതിശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ഇനിയും അങ്ങോട്ട് അതിശക്തമായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിനെ നമ്മിൽ വീണ്ടും ജ്വലിപ്പിച്ച്, പരിശുദ്ധാത്മാവിനാൽ മാത്രം നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബങ്ങളും കടന്നു വരുന്നു. ഞാൻ എപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട മക്കളോടും ധ്യാനത്തിൽ വരുന്ന എല്ലാവരോടും ഇപ്പോൾ നിങ്ങളോടും ചോദിക്കുന്ന ചോദ്യം, അതായത് പ്രിയപ്പെട്ട മക്കളെ, നമ്മളെല്ലാവരും മാമോദിസായിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്. 1 കൊരിന്തോസ് 3:16 പൗലോസ് ശ്ലീഹ അത് വച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണെന്നും. നമ്മുടെ മക്കള്, നമ്മുടെ ക്രൈസ്തവ മക്കളൊക്കെ എല്ലാവരും ദൈവത്തിന്റെ ആലയങ്ങളാണെന്നും, ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ഡോണ്ട് യു നോ? അറിയുന്നില്ലേ? നമ്മൾ അറിയണം, നമ്മിലെല്ലാവരിലും ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുണ്ട്. ഈ ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്.
നമ്മിൽ വസിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യം, ത്രിയേക ദൈവത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവ് നമ്മിൽ ഓരോരുത്തരിലും വസിക്കുന്നുണ്ട്. എന്റെ ചോദ്യം, ഈ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാകുന്ന ദൈവിക വ്യക്തിയോട്, പരിശുദ്ധാത്മാവിനോട് നമ്മൾ വ്യക്തിപരമായിട്ട് സംസാരിക്കാറുണ്ടോ? ഞാൻ പറയും, നമ്മുടെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിക്കുന്ന ചില സാന്നിധ്യങ്ങളാണ് മക്കളെ ആത്മാക്കളുടെ സാന്നിധ്യം. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു പറയായിരുന്നു, അവളോട് ആരോ ഉള്ളിലിരുന്ന് പറയാ, നീ മരിച്ചോ, നീ മരിച്ചോ, നീ മരിച്ചോ, നീ പാപം ചെയ്തോ, നീ പാപം ചെയ്തോ, ഇങ്ങനെ പ്രേരിപ്പിക്കണം. എന്റെ പ്രിയപ്പെട്ട മക്കൾ, ഇതൊക്കെ പല രീതികളിലൂടെ കടന്നു വരും. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവുമായുള്ള വ്യക്തിപരമായ ബന്ധം നമ്മൾ സ്ഥാപിക്കണം. എന്നിട്ട് പറയണം, പരിശുദ്ധാത്മാവേ, അങ്ങന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടല്ലോ, എനിക്കറിയാം അങ്ങന്റെ ഉള്ളിലുണ്ട്, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഐ ലവ് യു, ലവ് യു ഹോളി സ്പിരിറ്റ്, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ, അങ്ങനെ നയിക്കണം, അങ്ങനെ നിയന്ത്രിക്കണം. അങ്ങയുടെ സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, സൗമ്യത, ഇതൊക്കെ എന്നിൽ നിറയ്ക്കണം. ധൈര്യം, ജ്ഞാനം, ബുദ്ധി, വിവേകം, ദൈവഭക്തി, ഇതൊക്കെ നമുക്ക് തരാൻ എൻ്റെ മക്കളെ നമുക്ക് എന്തൊക്കെ വേണോ, പഠിക്കണോ, ചൊല്ലി ജീവിക്കണോ, സ്നേഹിക്കണോ, ക്ഷമിക്കണോ, ഇതൊക്കെ നമുക്ക് വേണം. ഇതെല്ലാം തരാൻ കഴിയുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ഈ പരിശുദ്ധാത്മാവിനെ വീണ്ടും ജ്വലിപ്പിച്ച്, ഈ പരിശുദ്ധാത്മാവിനോട് ശക്തമായി പ്രാർത്ഥിച്ച്, ഈ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വലിയ അഭിഷേകം അത് നമ്മൾ പ്രാപിക്കണം. നമ്മൾ അതിനു വേണ്ടി ആഗ്രഹിക്കണം. നമ്മുടെ ഉള്ളിലുണ്ട്, ഇത് പുറമേന്ന് വരേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ പന്തക്കുസ്തായ്ക്ക് ഒരുങ്ങുമ്പോ അന്ന് തീനാവൽ രൂപത്തിൽ സിലഹന്മാരുടെ മേൽ ഇറങ്ങി വന്ന പോലെ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വരേണ്ട കാര്യമില്ല. നമ്മിലുള്ള പരിശുദ്ധാത്മാവ്, ഈ പന്തക്കുസ്ത അഭിഷേകം എന്ന് പറയുന്നത് നമ്മിൽ വസിക്കുന്ന ആത്മാവ് നമ്മിൽ നിറഞ്ഞ്, നമ്മിൽ ആളിക്കത്തി, നമ്മിൽ പൂർണ്ണതയിൽ നിറഞ്ഞ് നമ്മെ ഏറ്റെടുക്കുന്ന, നമ്മെ നിയന്ത്രിക്കുന്ന, നമ്മെ നയിക്കുന്ന, നമ്മെ ശക്തിപ്പെടുത്തുന്ന, നമ്മെ വഴി നടത്തുന്ന ഒരു സംഭവം സംഭവിക്കലാണ് പന്തക്കുസ്ത. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മിലുള്ള പരിശുദ്ധാത്മാവിനെ വീണ്ടും ജ്വലിപ്പിക്കാൻ തീഷ്ണമായിട്ട് പൗലോസ്ലീഹ പറഞ്ഞ പോലെ, തിമോത്തിയോസിനോട് പറഞ്ഞ പോലെ, എന്റെ കൈവയ്പിലൂടെ നിനക്ക് ലഭിച്ച, ഇപ്പോൾ നിന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ വീണ്ടും ജ്വലിപ്പിക്കണം. എങ്ങനെ? വ്യക്തിബന്ധത്തിലൂടെ പരിശുദ്ധാത്മാവോട് പറഞ്ഞ്, ഒത്തിരിയേറെ ത്യാഗം എടുത്ത്, സഹനമേറ്റെടുത്ത്, ക്ഷമിച്ച്, പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. എന്ത് പറ്റായ്മയുണ്ടോ, ക്ഷമിക്കാൻ പറ്റണില്ല, വിശുദ്ധി ജീവിക്കാൻ, ഞാൻ പറഞ്ഞില്ലേ, പറ്റായ്മകള്, പഠിക്കാൻ പറ്റണില്ല, ഓർമ്മ കിട്ടുന്നില്ല, അകപ്പാടെ അസ്വസ്ഥതകള്, തടസ്സപ്പെട്ട് കിടക്കുന്നു, എന്തും ഏതും മാറ്റാൻ സാധിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. വർക്കൗട്ട് ചെയ്യണം, വീണ്ടും ജ്വലിപ്പിക്കണം. വ്യക്തിബന്ധം, ഞാൻ പറയും, വ്യക്തിബന്ധം എപ്പോഴും ഉണ്ടാവുന്ന എപ്പോഴാ? ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കണം, കാര്യങ്ങൾ പറയണം. ഇപ്പൊ ഞാനും ഒരു വ്യക്തിയും ബന്ധം ഉണ്ടാവില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുന്നു, കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു, ചില ആലോചനകൾ ചോദിക്കുന്നു, എല്ലാം പറയുന്നു. അങ്ങനെ ഒരു കോൺവെർസേഷൻ, ഒരു ആലോചന ചോദിക്കല് നമ്മുടെ ഈ കുടുംബത്തിലും, ഭാര്യ ഭർത്താവ് എപ്പോഴും എല്ലാ കാര്യങ്ങളും പറയുന്നു, എന്തെങ്കിലും സന്തോഷം ഉണ്ടെങ്കിൽ പറയുന്നു, ദുഃഖം ഉണ്ടെങ്കിൽ പറയുന്നു, ആലോചന ചോദിക്കുന്നു, എല്ലാം ചോദിച്ചു പറഞ്ഞു ചെയ്യുന്നു. ഒരു കൂട്ടുത്തരവാദിത്വത്തോടെ ജീവിക്കുമ്പോൾ അവർ തമ്മിൽ ഭയങ്കര ബന്ധമായിരിക്കും. അതിനേക്കാളും ഏറെ ഒരു ആത്മീയ ബന്ധം പരിശുദ്ധാത്മാവുമായിട്ട് നമുക്ക് സ്ഥാപിക്കാൻ പറ്റും. അങ്ങനെ പറ്റിയാൽ പ്രിയപ്പെട്ട മക്കളെ, ഈ പന്തക്കുസ്ത നമുക്ക് വലിയ അഭിഷേകത്തിന്റെ, വലിയ ദൈവാനുഗ്രഹത്തിന്റെ, വലിയ ശക്തിയുടെ, വലിയ വിടുതലിന്റെ, വലിയ ജീവന്റെ, എന്താ പറയാ, എല്ലാറ്റിൻ്റെയും ഒരു അനുഭവമായിരിക്കും, അഭിഷേകമായിരിക്കും. അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ ഈ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട്, നമ്മൾ ആരെന്ന് മനസ്സിലാക്കി, നമ്മിലുള്ളത് ആരാണെന്ന് മനസ്സിലാക്കി, നമുക്ക് ലഭിച്ച കൂദാശയുടെ സാന്നിധ്യ ശക്തി മനസ്സിലാക്കി, ആ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ, നയിക്കപ്പെടാൻ തീഷ്ണമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കളിലും ഇത് തന്നെയാണല്ലോ മക്കളെ. നിന്റെ ജീവിത പങ്കാളിയിലും, മാതാപിതാക്കളിലും, അമ്മായിയമ്മയിലും, മരുമക്കളിലും, നമ്മിലെല്ലാവരിലും പ്രവർത്തിക്കുന്ന, വസിക്കുന്ന പരിശുദ്ധാത്മാവിനോട് പറയണം,
മക്കളുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ്, മക്കളെ ഉപദേശിക്കുന്നതിനേക്കാൾ ഭേദം ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എൻ്റെ മകന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ മകളുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ മകളിൽ അങ്ങ് നിറയണം. ആ മകളെ അങ്ങ് നയിക്കണം. ചിന്തയെ, വികാരങ്ങളെ, ആസക്തികളെ, തോന്നലുകളെ, പഠനത്തെ, ജോലിയെ, ഇന്റർവ്യൂവിനെ, എല്ലാത്തിനെയും പരിശുദ്ധാത്മാവേ അങ്ങ് നയിക്കണം, അങ്ങ് നിയന്ത്രിക്കണം. അനുസരിക്കാത്ത മക്കളെന്നോർത്തോ ക്ഷമയില്ല, സ്നേഹമില്ല, സൗമ്യതയില്ല, വിശുദ്ധിയില്ല. പരിശുദ്ധാത്മാവിനോട് നമ്മൾ ഈ ദിവസങ്ങളിൽ മക്കൾക്ക് വേണ്ടി പറഞ്ഞ് പ്രാർത്ഥിക്കണം. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന അതേ പരിശുദ്ധാത്മാവാണ് നിന്റെ ഉള്ളിലും നിന്റെ മക്കളുടെ ഉള്ളിലും, ഭർത്താവിൻ്റെയും ഭാര്യയുടെയും മരുമക്കളുടെയും അമ്മായിയപ്പൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ വീണ്ടും ജ്വലിപ്പിച്ചാൽ മതി. നമ്മുടെ മിക്കവാറും എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഈ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് കണ്ടെത്താനും അനുഭവിക്കാനും പരിഹരിക്കാനും പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇന്ന് മുതൽ പന്തക്കുസ്ത വരെ അതിശക്തമായ ഒരു പ്രാർത്ഥന ദാഹത്തോടെ നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, ഒപ്പം വൈദികർക്കും സന്യസ്തർക്കും സഭയ്ക്കും സഭാ മേലധ്യക്ഷന്മാർക്കും എല്ലാവർക്കും വേണ്ടി നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഇന്ന് കേട്ട ഈ വചനങ്ങളെ ശരിക്കും മനസ്സിലാക്കി, ഒരു വ്യക്തിപരമായിട്ട് ഇത് കേട്ടുവിടരുത്. ഈ പറയുന്ന കാര്യങ്ങൾ നിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്, നിന്റെ ഉള്ളിലും നിന്റെ മക്കളിലും ഒക്കെ ഉള്ള കാര്യങ്ങളാണ്. അതിനെ ഒന്ന് ചെയ്യേണ്ട പോലെ ഒന്ന് ചെയ്യുക, പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും മക്കളിലും എല്ലാത്തിലും വലിയൊരു മാറ്റം കർത്താവ് നമുക്ക് അനുവദിച്ചു തരും. പരിശുദ്ധാത്മാവ് അത് നമുക്ക് അനുഭവിക്കാൻ ഇടയാകത്തക്ക വിധം പ്രകടമാക്കി തരും. വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ഈ 9 ദിവസത്തെ നൊവേനയിൽ, ഈ ഒരുക്ക ധ്യാനത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ടായിരിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. മക്കളെ, ദിവ്യാനുസരണത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനയും സമർപ്പണവും ഒക്കെ നടത്തിക്കൊണ്ട് നമുക്കായിരിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. മക്കളെ, മക്കൾക്ക് വേണ്ടി ഈ ഒരു അഭിഷേകം പ്രത്യേകം പ്രാർത്ഥിച്ചോ. നമ്മുടെ മക്കൾ മാറുന്ന കാണാം. സ്വഭാവത്തിൽ, ജീവിതത്തിൽ, പഠനത്തിൽ, ജോലിയിലൊക്കെ വലിയ മാറ്റം പരിശുദ്ധാത്മാവ് നടത്തും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ഓരോ ജീവിത മേഖലകളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളെ ഏവരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാൽ നിറച്ച്, സാന്നിധ്യത്താൽ നിറച്ച് സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിനയം, സൗമ്യത, ആത്മസംയമനം, എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നിറച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയെ, ഈ പന്തക്കുസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങുവാനായിട്ട് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ദിവസങ്ങളെ ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങളോട് പറഞ്ഞില്ലേ, ദാഹാർത്തിയോടെ അങ്ങയുടെ അരികിലേക്ക് വരണമെന്ന്. ദിവ്യകാരുണ്യ ഈശോയെ, പരിശുദ്ധാത്മാവിന് വേണ്ടി, പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ നിറയപ്പെടാൻ വേണ്ടി, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നയിക്കപ്പെടാൻ വേണ്ടി, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ വീണ്ടും ജ്വലിപ്പിക്കപ്പെടാൻ വേണ്ടി ഇതാ ഞങ്ങൾ അങ്ങേ തിരുസന്നിധിയിലേക്ക് അങ്ങ് പറഞ്ഞ പ്രകാരം ഓടിയണയുന്നു. കർത്താവേ, അങ്ങയുടെ വലിയ അഭിഷേകം ഈ ദാഹത്തോടെ, അതിലേറെ ആർത്തിയോടെ ഈ ദിവസങ്ങളിൽ അങ്ങയുടെ കൂടെ ആയിരുന്നു ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഉന്നതമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തിയും പ്രവൃത്തികളും ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും അങ്ങ് പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 1-ാം ദിവസത്തില് ഞങ്ങൾ ഏറ്റവും എളിമയോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആമേൻ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മേൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന. എല്ലാറ്റിനെയും നവീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അവിടുന്ന് ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും അവിടുത്തെ സ്നേഹത്തിന്റെ കതിരുകൾ ഞങ്ങളിൽ പരത്തുകയും ചെയ്യണമേ. നിത്യവും ഞങ്ങളിൽ വസിക്കുന്നവനായ പരിശുദ്ധാത്മാവേ, അനുതാപത്തിന്റെ അരൂപി ഞങ്ങൾക്ക് തരണമേ. പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അകറ്റണമേ. എല്ലാ വിജ്ഞാനത്തിന്റെയും അറിവിന്റെയും ഉറവിടമായ പരിശുദ്ധാത്മാവേ, യേശുവിന്റെ വചനങ്ങളാൽ ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ പ്രബുദ്ധരാക്കണമേ. വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും പ്രത്യാശയിൽ നടത്തുകയും ചെയ്യണമേ. വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവനും ദുഃഖിതരെ ആനന്ദിപ്പിക്കുന്നവനുമായ പരിശുദ്ധാത്മാവേ, അവിടുത്തെ സമാശ്വാസത്തിന്റെ ശീതളപായയിൽ ഞങ്ങളെ നിർത്തണമേ. സ്നേഹത്തിലും വിശുദ്ധിയിലും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വളർത്തണമേ. അഗതികളുടെ ആശ്രയവും വരങ്ങളുടെ ദാതാവുമായ പരിശുദ്ധാത്മാവേ, അവിടുത്തെ അനുഗ്രഹത്തിന്റെ സമൃദ്ധിയാൽ ഞങ്ങളുടെ ദാരിദ്ര്യം അകറ്റണമേ. മനസ്സിന്റെ ശൂന്യത മാറ്റി ഹൃദയത്തെ ഉജ്ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ മധ്യസ്ഥനും മാർഗവുമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വഴികൾ അങ്ങ് നേരെയാക്കുകയും വഴിതെറ്റിപ്പോയവരെ നേർവഴിക്ക് തിരിക്കുകയും ചെയ്യണമേ. സത്യത്തിലും നീതിയിലും ഞങ്ങളെ നടത്തണമേ. ഐക്യത്തിന്റെ നിദാനമായ പരിശുദ്ധാത്മാവേ, അകന്നു പോയവരെ അടുപ്പിക്കുകയും ഭിന്നതകൾ അകറ്റുകയും ചെയ്യണമേ. ഞങ്ങളുടെ നെടുവീർപ്പുകളിലും വിലാപങ്ങളിലും വേദനകളിലും ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ സമ്മേളനങ്ങളെ, ഞങ്ങളുടെ കൂട്ടുകെട്ടുകളെ, ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് നയിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. നമ്മുടെ എല്ലാ മക്കളെയും പ്രത്യേകമാവിധം ഈ ഒരുക്ക ധ്യാനത്തിലും ഈ നൊവേനയിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ, പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ പഠിക്കാൻ, ജീവിക്കാൻ, മുന്നോട്ട് പോകാൻ എല്ലാ കൃപാവരങ്ങളും നൽകി പരിശുദ്ധാത്മാവ് നമ്മുടെ മക്കളെ പ്രത്യേകമാവിധം അനുഗ്രഹിക്കട്ടെ. പരീക്ഷയിൽ വിജയവും ഇനി അങ്ങോട്ട് ഉപരിപഠനത്തിന്റെ മേഖലകളും എല്ലാ വഴികളും തുറന്ന് നമ്മുടെ മക്കളെ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകട്ടെ. എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ അഭിഷേകത്താൽ നിറച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഈശ്വരാശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഈ ഒന്നാം ദിവസം ശ്രമിച്ച വചനങ്ങള്, സന്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വീണ്ടും ജ്വലിപ്പിക്കുന്ന ഒരു അഭിഷേകം നമ്മുടെ കുടുംബത്തിൽ എവിടെയൊക്കെ സംഭവിക്കണോ, ആരിലൊക്കെ സംഭവിക്കണോ, എല്ലാവരിലും സംഭവിക്കണം. അതിനുവേണ്ടി വ്യക്തിപരമായിട്ട് ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ ഈശോയുടെ മുമ്പില്. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ
നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ വരങ്ങളും ചിന്തി മാമോദിസായിൽ ലഭിച്ച ദൈവിക വരത്തെ ജ്വലിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ, നിയന്ത്രിക്കണമേ ഈശോയെ എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മുടെ മക്കളെയും കുടുംബത്തെയും നമ്മെ ഓരോരുത്തരെയും ഈ ദിവ്യകാലസ്ഥാനത്തിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വലിയ അഭിഷേക ആശീർവാദം സ്വീകരിക്കേണ്ട മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഈ 9 ദിവസങ്ങൾ ദാഹാർത്തിയോടെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ വീണ്ടും ജ്വലിപ്പിച്ച് ഉന്നതമായ പന്തക്കുസ്ത അനുഭവം എല്ലാ മക്കൾക്കും നൽകണമേ. ഞങ്ങളുടെ മക്കൾ അനുഭവിക്കുമാറാകട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഭവിക്കുമാറാകട്ടെ. സഭയിൽ ഈ കാലഘട്ടത്തിൽ അഭിഷേകം സഞ്ചാരം